നസ്രാണികൾ പോലും ഇവിടുത്തെ മുസ്ലിങ്ങളെ ഭയന്നാണ് കഴിയുന്നത്. അവരാരും പറയാൻ പറയുന്നില്ല എങ്കിൽ പോലും എൻ്റെ അഭിപ്രായത്തോട് ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിലെ 90% ആളുകളും അതിനോട് യോജിപ്പാണ്. കാരണം അവരുടെ കടന്നുകയറ്റവും അവരുടെ പ്രവൃത്തിയും നിങ്ങൾക്ക് പലതും കണ്ടല്ലോ, അവർ സഹിക്കുകയല്ലേ ഇതല്ല. അതുകൊണ്ട് നായാടി തൊട്ട് നസ്രാണി വരെ യോജിക്കണമെന്ന് പറഞ്ഞാൽ ആ യോജിപ്പിനോട് ഒരൈക്യ ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ്. പിന്നെ പെരിന്തൽമണ്ണയുടെ ആ ഭാഗത്ത് ഇവിടെ ഒരു പഞ്ചായത്തില് ഏതോ ഒരു വലിയ വർഗീയവാദി വന്ന് സംസാരിച്ചു. എത്ര മൈക്കൊക്കെ പുറത്തേക്ക് ഇട്ടിട്ട് പോലീസുകാരെ നോക്കി നിൽക്കെ അതിശക്തമായിട്ട് മുസ്ലിമീങ്ങൾക്കെതിരെ പ്രസംഗിച്ചു. അപ്പൊ പ്രസംഗിച്ചപ്പോ അവിടുത്തെ ആളുകൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മുസ്ലിമീങ്ങൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊന്ന് വരണം, ഇവിടെ നല്ല സൗഹാർദ്ദ പ്രസംഗം നടത്തണം. കാരണം നേരം വെളുത്തപ്പോ പീടികയിൽ സാധാരണ ഞങ്ങൾ കണ്ടിരുന്ന ഹൈന്ദവരൊന്നും ഞങ്ങളോട് മിണ്ടുന്നില്ല. കാരണം അത്ര വലിയ വർഗീയ വിഷമാണ് അയാൾ കുത്തിവെച്ച് പോയിട്ടുള്ളത് എന്നാൽ. ഉടനെ തന്നെ ഞാൻ പറഞ്ഞത് എന്താണ്, നിങ്ങൾ എന്നെ വിളിക്കരുത്. കാരണം അങ്ങനത്തെ വർഗീയവാദികൾ എതിര് പറയലല്ല എന്റെ പണി വേറൊരു പണിയാണ്. പക്ഷെ നിങ്ങൾ വിളിക്കേണ്ടത് സ്വാമി സത്യാനന്ദ ബോധിയെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ടത് സ്വാമി അഗ്നിവേശനെയാണ്, ഇതേപോലെ തന്നെ നിങ്ങൾ സുധീഷ് മിന്നിയെയാണ്. ഇവര് വിളിച്ചിട്ട് ഇവര് പറയണം. കാരണം ഹൈന്ദവർക്കിടയിലുള്ള വർഗീയത ഇല്ലാണ്ടാക്കേണ്ട ഹൈന്ദവന്മാരാണ്. ഏതോ ഒരു വലിയ വർഗീയവാദി എന്തോ ഒരു പ്രസംഗം നടത്തിയതിന്റെ പേരിൽ നമ്മൾ കളി തുള്ളണ്ട. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടംപോലെ ക്രിസ്ത്യാനികളുണ്ട്, ക്രിസ്ത്യൻ സമൂഹക്കാരുണ്ട്, എഴുത്തുകാരിൽ പലരും അവരാണ്, മീഡിയ പേഴ്സണാലിറ്റി അവരാണ്. ഷാനി എന്ന് പറയുന്ന നമ്മൾ കാണാറില്ലെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന പെൺകുട്ടി പോലും അവരുടെ ഭാഗത്ത് നിന്നുള്ളതാണ്. അതൊക്കെ നമ്മൾ ഓർക്കേണ്ടതാണ്. ഇതോടൊപ്പം തന്നെ ഹൈന്ദവരായിട്ടുള്ള എത്രയോ പാവപ്പെട്ട ആളുകളുണ്ട്. ആ ആളുകളൊക്കെ, ഞാൻ വരുന്നത് മേൽപ്പത്തൂരിന്റെ ഭാഗത്ത് നിന്നാണ്. നാരായണ ഭട്ടതിരിപ്പാടിന്റെ നാടാണ് മേൽപ്പത്തൂർ, എന്റെ ജന്മസ്ഥലം അതാണ്. അവിടെയാണ് പാടിയോട്ട് മന, അവിടെയാണ് പക്കത്ത് മന, അവിടെയാണ് നാലപ്പാട്ട്, അവിടെയാണ് അതേപോലെ തന്നെ ആഴ്വാഞ്ചേരി മന. ഈ മനയിലെ ഒരൊറ്റ കുട്ടികൾ പോലും വർഗീയതയിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം. കാരണം ഹൈന്ദവർ പാവങ്ങളാണ്. ഈ 99% വരുന്ന ഹൈന്ദവ പാവങ്ങളായതുകൊണ്ട് ഇവരാരും വർഗീയതയ്ക്ക് പോകാറില്ല. തന്നെയുമല്ല, അവർക്ക് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാനുള്ളത് ഞാൻ എത്രയോ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഓം സഹനാവവതു സഹനഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി എന്നാണ്. ഞങ്ങൾ പഠിച്ച് തെളിഞ്ഞു വരട്ടെ, ഞങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ, എല്ലാവർക്കും സമാധാനമുണ്ടാകട്ടെ. സമാധാനമുള്ളവരായി ഞങ്ങൾ ജീവിക്കുകയും ലോകത്തിൽ മുഴുവൻ സമാധാനമുണ്ടാക്കാൻ ഞങ്ങൾ കാരണവുമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് മറ്റൊന്നിലേക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഈ വർഗീയത കാണിക്കുന്നവരൊക്കെ ആ മതത്തിൽപ്പെട്ടവരാണ് നമ്മൾ വിശ്വസിക്കരുത്. ഏതെങ്കിലും ഒരു മുസ്ലിം പക്ഷത്തില് ഏതെങ്കിലും ചില ചെറുപ്പക്കാര് വർഗീയപരമായി ചിന്തിക്കുമ്പോ അവരെയും ഒറ്റപ്പെടുത്തൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. കാരണം വർഗീയത ഇസ്ലാമിൽ പറഞ്ഞതല്ല. ഹലക്കൽ മുത്തനത്തിഊൻ, വർഗീയവാദികൾ നശിച്ചു പോകട്ടെ എന്ന് എത്രയോ തവണ വിശ്വാസം ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. 1000 ബാബരി മസ്ജിദുകൾ തകർക്കപ്പെട്ടാലും ജമിയത്തുൽ ഉലമായെ ഹിന്ദിന്റെ ആ കാഴ്ചപ്പാടാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും, ഈ സംസാരിക്കുന്നവന്റെയും കാഴ്ചപ്പാട്. അതുകൊണ്ട് പറഞ്ഞോട്ടെ, വേദനയുണ്ട് നമുക്ക് മസ്ജിദ് തകരുമ്പോ, വേദനയുണ്ട് നമുക്ക് മറ്റുള്ളവരത് കാബാലികരെ പോലെ തകർക്കുമ്പോ. അതിനുവേണ്ടിയുള്ള നിയമത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. പ്രിയപ്പെട്ട സുപ്രീം കോടതിയോട് നമുക്ക് ഏറ്റവും വലിയ അഭിമാനമുണ്ട്, സ്നേഹമുണ്ട്. എന്നാലും നമ്മുടെ വിശ്വാസം എന്താ? 1000 ബാബരി മസ്ജിദുകൾ തകർക്കപ്പെട്ടാലും ഒരു വിഗ്രഹത്തിൽ പോലും തൊടില്ല എന്നതാണ്. കാരണം അങ്ങനെ തൊട്ടാൽ നിങ്ങൾ എന്നിൽപ്പെട്ടവരല്ലെന്ന് നമ്മുടെ സുസ്ലാസമ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ആക്രമണമില്ല, നമുക്ക് പ്രകോപനമില്ല, നമുക്ക് പ്രക്ഷുബ്ധതയില്ല, നമുക്ക് ആളുകളെ കയറി ആക്രമിക്കലില്ല. ഇതൊന്നും ഇസ്ലാമിൽ പറഞ്ഞ കാര്യമേ അല്ല. സമചിത്തതയോടെ, പക്വതയോടെ ചരിത്രം മനസ്സിലാക്കി നമ്മൾ പോകുമ്പോ ആ ചരിത്രത്തിന്റെ ഒരു വാല് കൂടി പറയാനേ ഇനി എനിക്ക് സമയമുള്ളൂ. ആ ചരിത്രം ഇതാണ്. അഥവാ ഇസ്രായേൽ ലോകത്തിന് മുഴുവൻ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കാൻ, റോത്ത്ചൈൽഡ് ഫാമിലി ലോകത്തെ മുഴുവൻ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കാൻ, ആ റോത്ത്ചൈൽഡ് ഫാമിലിയാണ് ലോകത്തിലെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന അവരുടെ വിശ്വാസം. അതാണ് പിന്നെ എന്റെ വരെ പോവുക. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളൊക്കെ നിങ്ങൾ ഓർത്തു വെക്കുന്നത് നല്ലതാണ്. പക്ഷെ അതിനോട് അറ്റാച്ച് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഇസ്ലാമിനെ ആഗോളതലത്തിൽ എതിർക്കാൻ 4 കാരണങ്ങളുണ്ട്. മുത്തഅല്ലിമീങ്ങൾ ഇത് മനസ്സിലാക്കണം. ഇസ്ലാമിന്റെ വ്യാപനമല്ല അവരുടെ പ്രശ്നം. ലോകത്തിലെ ഏറ്റവും വലിയ വ്യാപാരം ഒന്ന് ചൂതാട്ടമാണ്, ഗാംബ്ലിംഗ് എന്ന് പറയുന്നതാണ്. രണ്ടാമത്തെ വ്യാപാരം എന്ന് പറഞ്ഞാൽ അത് ഡ്രഗ്സ് ആണ്, എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നുകളാണ്. മൂന്നാമത്തെ വ്യാപാരം സെക്സ് ടൂറിസമാണ്. ഇവിടെ പറയാൻ എനിക്ക് മടിയുണ്ട്, അതാണ് ഏറ്റവും വലിയ വ്യാപാരം. 4ാമത്തെ വ്യാപാരം മദ്യമാണ്. ഈ 4 സാധനത്തിനെയും ഏറ്റവും ശക്തമായി എതിർത്തിട്ടുള്ള ഒരു ടീമാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് കോർപ്പറേറ്റ് ഭീമന്മാർക്ക് പേടി ഇസ്ലാം വലുതാവോ ഇസ്ലാം ചെറുതാവോ എന്നുള്ളതൊന്നല്ല, അവരുടെ ബിസിനസ് നിശ്ചലമായി പോകുമെന്നതാണ്. ലണ്ടൻ സിറ്റിയിൽ നമ്മൾ പോകുമ്പോ 420 പള്ളികളെയാണ്, ഞാൻ കഴിഞ്ഞ വർഷം അവിടെ ഒരു പരിപാടിക്ക് വേണ്ടി പോയിരുന്നു, 420 പള്ളികളെയാണ് ക്രിസ്ത്യൻ സമൂഹം മുസ്ലിമീങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുള്ളത് ലണ്ടൻ സിറ്റിയിൽ മാത്രം.
ഓസ്ട്രേലിയയിലും അങ്ങനെ തന്നെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ലോകത്തിൽ അങ്ങനെ വളരുമ്പോ ഞങ്ങളുടെ ബിസിനസ് നിൽക്കുമോ എന്ന കോർപ്പറേറ്റ് ഭീമന്മാരുടെ ആശങ്കയാണ് സത്യത്തിൽ ഇതിനെക്കുറിച്ചുള്ള എതിർപ്പെന്ന് ലോകത്തിലെ ഏറ്റവും നല്ല എഴുത്തുകാരായിട്ടുള്ള നേരത്തെ പറഞ്ഞ എഡ്വാർഡ് സ്നൂഡൻ അല്ല എഡ്വാർഡ് സയ്യിദും അതേപോലെ തന്നെ നാം ചോംസ്കിയും റോബർട്ട് ഫിസ്കും ഒക്കെ അവിടെ എഴുത്തുകളിൽ എഴുതി വെക്കുമ്പോ ഞാൻ മറ്റ് കൃതിക്കാരെ ഇവിടെ ഉച്ചരിക്കാനുള്ള കാരണം അഥവാ ഇന്ന് ഉച്ചരിക്കേണ്ടത് അങ്ങനെയാണ് എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് അവർ എഴുതി വെക്കുമ്പോ ഇസ്ലാമിനെ എതിർക്കാനുള്ള കാരണം അതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട നമ്മുടെ ഈ രാജ്യത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് ആരെയാണ് ഇവർക്ക് പുറത്താക്കേണ്ടത് എന്നറിയുമോ? നമ്മളൊന്ന് ഇന്ത്യയുടെ പതാകയെ കുറിച്ചൊന്ന് ഓർക്കുക. ആ പതാകയിലേക്ക് നമ്മൾ പോകുമ്പോ ഉലമാക്കൾ അറിയേണ്ടുന്ന ഒരു കാര്യം കൂടി അതിന്റെ ഇടയിൽ സൂചിപ്പിച്ചു കൊള്ളട്ടെ. അഥവാ ഈ വരുന്ന വഴിയിൽ 2 ടെസ്റ്റിംഗ് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ടെസ്റ്റ് വഹദത്തുൽ വുജൂദാൻ, മറ്റൊന്ന് വഹദത്തുൽ ശുഹൂദാൻ. വഹദത്തുൽ വുജൂദ് എന്ത്, വഹദത്തുൽ ശുഹൂദ് എന്ത് ഉലമാക്കളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ പഠിക്കേണ്ടതാണ്. എന്താണ് മുസവി മഷ്റബ്, എന്താണ് മുഹമ്മദി മഷ്റബ്, എന്തുകൊണ്ട് ദൈവബന്ധം ഉണ്ടായി, എന്തുകൊണ്ട് ജമിയത്ത് ഉലമായെ ഹിന്ദ് ഉണ്ടായി, എന്തുകൊണ്ട് ഖബറിലേക്ക് പോകണം പ്രാർത്ഥിക്കണതൊക്കെ വേറെ കാര്യം. സത്യത്തില് ഇന്ന് യൂട്യൂബ് തുറന്നാല് സത്യത്തിൽ കാണുക തബ്ലീഗ് ജമാഅത്ത് അതേപോലെ തന്നെ ദൈവബന്ധ ഉലമ എന്ന് പറഞ്ഞിട്ട് 1000 സൈറ്റുകൾ നിങ്ങൾക്ക് കാണാം. അതിലൊക്കെ പറഞ്ഞത് ഈസ് എ പാർട്ട് ഓഫ് സലഫിസം, ഈസ് എ പാർട്ട് ഓഫ് മുജാഹിദിസം, ഈസ് എ പാർട്ട് ഓഫ് ഇത്, ഈസ് എ പാർട്ട് ഓഫ് അത്. എല്ലാവരും കയറ്റി വിട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. നമുക്ക് പിന്നെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കത് അറിയില്ല. ഇങ്ങനെയാ നമ്മളിരിക്കുന്നത്. അങ്ങനെ പോവാൻ അതിൽ നമ്മൾ അറിയേണ്ടുന്ന ഒരു വല്ലാത്തൊരു സംഭവമുണ്ട്. എന്ന് വെച്ചാൽ ദൈവബന്ധിനെയും ഉലമായെ ഹിന്ദിനെയും ഒക്കെ ഒരു സൈഡിലേക്കാക്കുന്ന രീതിയിൽ ഇന്നത്തെ ഭരണാധികാരികൾക്ക് കൊണ്ടുപോകൽ അനിവാര്യതയാണ്. കാരണം എന്നും ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ കൂടെ, ഇന്ത്യയുടെ സൗഹാർദ്ദത്തിന്റെ കൂടെ, ഇന്ത്യയുടെ നോവിന്റെ കൂടെ നിന്നിട്ടുള്ള ആളുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വ്യഗ്രതപ്പെട്ടുകൊണ്ട് 299 ജനതയെ അൻഡമാൻ നിക്കോബാർ ദ്വീപിലേക്ക് അന്ന് നാട് കടത്തുകയുണ്ടായി. 1921 കാലഘട്ടം. നിങ്ങൾ അറിയണം, അന്ന് ബമ്പറം തങ്ങളുടെ മകനെ നാട് കടത്തപ്പെട്ട കാലഘട്ടമാണ്. ഇവിടുന്ന് നാട് കടത്തി. മറ്റൊന്നെന്താ കാരണം? ആ പാരമ്പര്യത്തിലൂടെ പോകുമ്പോ യഥാർത്ഥമായ ദീൻ ഉണ്ടാകുമോ എന്ന പേടിയാണ്. രണ്ടാമത്തത് എന്താ ഉണ്ടായത്? രണ്ടാമതുണ്ടായത് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയുടെ പിതാവിനെയും അൻഡമാനിലേക്ക് നാട് കടത്തി. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയെ ലോക്ക് ചെയ്തു. ആലി മുസ്ലിയാരെ നേതൃത്വം കൊടുക്കാണ്. ആലി മുസ്ലിയാരെ ലോക്ക് ചെയ്തു. അങ്ങനെ കോട്ടക്കുന്ന് എന്ന് പറയുന്ന ഒരു കോട്ടക്കുന്നുണ്ട് ഇന്ന് മലപ്പുറം ജില്ലയിൽ. ആ കോട്ടക്കുന്നിലേക്ക് കൊണ്ടുപോയിട്ട് ഇങ്ങനെ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയെ നിർത്തിയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മലബാറിന്റെ ചരിത്രം എഴുതി വെച്ച മാനുവൽ നിങ്ങൾ വായിക്കണം. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജി ഇങ്ങനെ സൂക്ഷിച്ചു നോക്കാൻ ബ്രിട്ടീഷുകാർ ലവക്കുട്ടിയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട്, അന്നത്തെ ആമു സൂപ്രണ്ടിന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് ഇങ്ങനെ വായിക്കാണ്. അഥവാ ഹിന്ദുക്കളെയും മുസ്ലിമീങ്ങളെയും പരസ്പരം വിഘടിപ്പിച്ചുകൊണ്ട് തച്ചു കൊലപ്പെടുത്തി അല്ലെങ്കിൽ വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ള ആളെ തൂക്കിലേറ്റാൻ ട്രിബ്യൂണൽ വിധിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് സൂക്ഷിച്ചു നോക്കുമ്പോ തന്റെ മുഖത്ത് മുണ്ടിടരുതെന്നാ പറയുന്നത്, തന്റെ താടിരോമം പറിക്കരുത് എന്നാ പറയുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ സിനിമയുടെ അവസ്ഥകൾ കാണുമ്പോൾ പറിക്കാൻ പറഞ്ഞിട്ടുണ്ടാകും, അത് തെറ്റാണ്. പക്ഷെ ചരിത്രത്തിന്റെ ഗ്രന്ഥത്തിൽ കാണുന്നത് നിങ്ങൾ ഒരിക്കലും എന്റെ താടിരോമം പറിക്കരുത്, അതും കൊണ്ട് വേണം എനിക്ക് എന്റെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ എന്നാണ്. രണ്ടാമത്തത് എന്താണെന്നറിയോ? നിങ്ങൾ കറുപ്പ് മുഖം മൂടിയിട്ടുകൊണ്ട് പിറകു വശത്തുകുന്ന് വെടിവെക്കലാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം. അങ്ങനെ നിങ്ങൾ ചെയ്യണ്ട. എന്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ വെച്ചോ. കാരണം എനിക്ക് പോകാനുള്ളത് എന്റെ അള്ളാഹുവിന്റെ അരികിലേക്കാണ്. മൂന്നാമത് പറഞ്ഞത്, നിങ്ങളിപ്പം മാപ്പ് സാക്ഷിയായി എഴുതി വെക്കുകയാണെങ്കിൽ, എഴുതി തരികയാണെങ്കിൽ നിങ്ങളെ മാപ്പ് സാക്ഷിയാക്കാം, നിങ്ങളെ വിടാം. സവർക്കർ വിട്ടതുപോലെ നിങ്ങളെ വിടാമെന്നാണ് അവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് എങ്ങോട്ട് വിടുമെന്ന ചോദ്യത്തിന് ഉത്തരം ആദ്യം തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. ഫസൽ പൂക്കോയ തങ്ങളെ നാട് കടത്തപ്പെട്ടതുപോലെ അല്ലെങ്കിൽ സ്ഥലം കൊടുത്തതുപോലെ നിങ്ങളെ ബഹുമാനമാക്കപ്പെട്ട മക്കയിലേക്ക് ഞങ്ങൾ പറഞ്ഞയക്കാം, ഇതായിരുന്നു പറഞ്ഞത്. പക്ഷെ ആ സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാണ്, മക്ക എനിക്ക് പ്രധാനമേറിയ രാജ്യമാണ്, മക്ക എന്റെ രാജ്യമാണ്, മക്ക എന്റെ റസൂലുള്ളാഹിയുടെ നാടാണ്, അങ്ങോട്ട് പോകൽ എനിക്ക് പ്രിയപ്പെട്ടതാണ്. പക്ഷേ നിങ്ങൾക്ക് മാപ്പെഴുതി കൊടുത്തുകൊണ്ടുള്ള ഞാൻ അങ്ങോട്ട് പോകേണ്ടത് എന്റെ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ടാണ്. അതുകൊണ്ട് മക്കയിലെ സ്ഥലമല്ല എനിക്ക് വേണ്ടത്, എനിക്ക് ഇവിടെയാണ് വേണ്ടത്. ഞാൻ ഇവിടെ മരിക്കും, ഞാൻ ഇവിടെ ലയിക്കും, ഇതെന്റെ നാടാണ്. ഇത് പറഞ്ഞിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഈ പറയുന്ന വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയുടെ പേരക്കിടാങ്ങളെയാണോ പറഞ്ഞയക്കണമെന്ന് ചരിത്രകാരന്മാർ ചോദിക്കുന്നത്, അല്ലെങ്കിൽ പാർലമെന്റിൽ ആളുകൾ ചോദിക്കുന്നത്, മുസ്ലിമീങ്ങൾ ചോദിക്കുന്ന ചോദ്യമല്ല. രണ്ടാമത്തെ ചോദ്യമോ ഞാൻ അവസാനിപ്പിക്കുക.
പ്രസംഗിക്കുകയാണ്. എന്ന് വെച്ചാൽ പിന്നെ ചോദ്യം ആലി മുസ്ലിയാരുടെ ചോദ്യമാണ്. ആലി മുസ്ലിയാരുടെ പിൻഗാമികളെയാണോ? 299 ആളുകളെ നരക തുല്യമായി ഈ കാണുന്ന ജയിലിൽ അടക്കപ്പെട്ട്, സെല്ലുലാർ ജയിലിൽ അടക്കപ്പെട്ട് അവിടെ ഓരോരുത്തരെയും കൊല്ലുമ്പോ കുലു തക്ബീർ അല്ലാഹു അക്ബർ, അപ്പുറത്തുനിന്ന് ഹൈന്ദവരായ സഹോദരങ്ങൾ വന്ദേ മാതരം ഇത് പറഞ്ഞുകൊണ്ട് അസ്തമിക്കുകയാണ്. ഇങ്ങനെയുള്ള ആളുകളുടെ പിൻഗാമികളെയാണോ നമ്മൾ പറഞ്ഞയക്കാൻ വേണ്ടി തുനിയുന്നത് എന്നതാണ് എന്റെ പ്രിയപ്പെട്ടവരെ. പക്ഷേ അള്ളാഹു ഇതൊക്കെ കാണുന്നുണ്ട്. അള്ളാഹു അവർക്കിടയിൽ തന്നെ ഇഖ്തിലാഫ് കൊടുത്തിരിക്കുകയാണ്. ഇപ്പൊ മീഡിയകൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത് അവർക്ക് രണ്ടാൾക്കും കൂടി ഏതൊരു ദിനോസറുകളെ കുറിച്ചാണോ ഇവിടെ പാർലമെന്റിൽ പറഞ്ഞത് ആ ദിനോസറുകൾ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരാൾ പറഞ്ഞ് നടപ്പിലാക്കുമെന്ന്, മറ്റൊരാൾ പറഞ്ഞ് നടപ്പിലാക്കില്ല എന്ന്, മറ്റൊരാൾ പറഞ്ഞു എന്തായാലും നടപ്പിലാക്കുന്നു, മറ്റൊരാൾ പറഞ്ഞു എന്തായാലും നടപ്പിലാക്കൂല എന്ന്. അങ്ങനെ അവർക്ക് തമ്മിൽ തന്നെ ഒരു ഭിന്നിപ്പ് നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭിന്നിപ്പിനെ ശക്തമാക്കട്ടെ എന്ന് വേണമെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമത് ഉണ്ടായത് എന്താണ്? ഏറ്റവും വലിയ ഇവിടെ നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഇതാ ഞങ്ങളെല്ലാം തൂത്തുവാരുമെന്ന് പറഞ്ഞു. പക്ഷേ ഇന്നലെ വലിയൊരു ഇരുട്ടടിയാണ് അവർക്ക് കിട്ടിയത്. ഈ വർഗീയതയൊന്നും ഇന്ത്യയിൽ പോകില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കി. അതിലെല്ലാവരുമുണ്ട്. കൽബുർഗിയെ പോലെയുള്ള പാവപ്പെട്ട എഴുത്തുകാരികൾ ആ കൂട്ടത്തിലുണ്ട്. ഇതേപോലെ തന്നെ എത്രയോ ആസാദിനെ പോലെയുള്ള എത്രയോ ആളുകൾ പ്രഭാഷകരായിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇവിടെ പറയാൻ ഉചിതമല്ലെങ്കിൽ പോലും ഫിലിം സ്റ്റാറുകളിൽപ്പെട്ട ആളുകൾ പോലും ഉണ്ട്. അവർക്കൊന്നും ദീനും അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷേ ഇന്ത്യയുടെ ഹൃദയം അവർക്കറിയാം. 300 കോടിയുടെ ടാക്സ് കൊണ്ടുവന്നാലും എനിക്ക് പ്രശ്നമില്ലെന്ന് പറഞ്ഞുകൊണ്ട് മിനിയാന്ന് പ്രസ്താവന നടത്തുമ്പോ നമ്മൾ അറിയേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ ഈ മുസ്ലിം പക്ഷത്തിന്റെ കൂടെ എല്ലാ പക്ഷക്കാരും നിൽക്കുന്നു എന്നതാണ്, എല്ലാ മനുഷ്യരും നിൽക്കുന്നു എന്നതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒറ്റക്ക് നമ്മൾ ഒരുമിച്ച് കൂടരുത് എന്നതാണ് ഇവിടെ ഇപ്പൊ കൂട്ടേണ്ടത്. ആരെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ സ്വാമി ശക്തി ബോധത്തിനെ വിളിച്ചോളൂ, ബോധാനന്ദിയെ വിളിച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങൾ അഗ്നിവേശനെ വിളിച്ചോളൂ എന്നവരോട് പറഞ്ഞതുപോലെ എല്ലാ മനുഷ്യരെയും നെഞ്ചിൽ ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണമെന്നതാണ്. സമയമില്ലാത്തത് കൊണ്ട് ചുരുക്കിക്കൊള്ളട്ടെ. ഈ പതാകയിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇന്ത്യൻ പതാകയിൽ പ്രിയപ്പെട്ട ഹർഷദ് മദനിയുടെ കണ്ണുനീരുണ്ട്. പ്രിയപ്പെട്ട അതിനു മുമ്പേ ദൈവബന്ധിന്റെ ഓരോ ആളുകളും ഇന്ത്യ പാക് വിഭജനം നടക്കുന്ന സമയത്ത് സങ്കടപ്പെട്ടിട്ടുള്ള ധാരാളം ഉലമാക്കളുടെ പോരാ ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഓരോരുത്തരും മുന്നോട്ട് പോയപ്പോ പ്രിയപ്പെട്ട നെഹ്റുവിന്റെ മുമ്പിൽ വെച്ചിട്ട് ഇന്ദിര എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കത്തുകൾ പിച്ചു ചീന്തി എറിഞ്ഞപ്പോ, ഇതേപോലെ തന്നെ ആസാദിനെ ജയിലിലടച്ചപ്പോ, അതേപോലെ തന്നെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ ചങ്ങലയിൽ ബന്ധിച്ചുകൊണ്ട് കോഴിക്കോടിന്റെ തെരുവിലൂടെ കൊണ്ടുപോയപ്പോ ബാങ്ക് മുഴങ്ങാണ് കോഴിക്കോട്ട് പട്ടാളം പള്ളിയിൽ നിന്ന് എനിക്ക് നിസ്കരിക്കണമെന്ന് പറഞ്ഞപ്പോ ബയണറ്റ് കൊണ്ട് തള്ളിയ ചരിത്രമുണ്ട്. തള്ളിയപ്പോ പറഞ്ഞതെന്താ? എന്നെ ഇവിടെ വെച്ച് വെടിവെച്ച് വന്നോളൂ, എന്നാലും എനിക്ക് നിസ്കരിക്കാതെ പോകാൻ കഴിയില്ല എന്നാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞു വെച്ചത്. അങ്ങനെ അന്നാണ് പട്ടാളം പള്ളിയുടെ ചുറ്റുവട്ടത്തും പട്ടാളം വളഞ്ഞത്. അങ്ങനെയാണ് കെട്ടിവെച്ച ചങ്ങല പോലും അഴിച്ചു കൊടുക്കാതെ അവസാനത്തെ തന്റെ നിസ്കാരം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് കോഴിക്കോട്ടെ പട്ടാളം പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നത്. ഇങ്ങനെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ കണ്ണുനീരുണ്ട്. ഇങ്ങനെ 1000 ആളുകളുടെ കണ്ണുനീരുണ്ട്. നെഹ്റുവിന്റെ കണ്ണുനീരുണ്ട്. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ കൂടെ INA-യിൽ ചേർന്നിട്ടുള്ള എത്രയോ യുവാക്കളുടെ കണ്ണുനീരുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഇന്ത്യയുടെ പതാക ഇങ്ങനെ വിതമ്പിക്കരയുകയാണ് എന്ന്. നമ്മുടെ പതാക അതിൽ ഏറ്റവും കൂടുതൽ ശക്തി കേന്ദ്രമായി നിന്നത് എന്നും ജംഇയ്യത്തെ ഉലമായെ ഹിന്ദാണ് എന്ന് ഇന്ത്യ ചരിത്രം ലിഖിതമായി എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. ആർക്കും തിരുത്താതെ, ഇന്ത്യ ഇനിയും വിഭജിക്കാതെ, ഇന്ത്യയിലെ മനുഷ്യർക്കിടയിൽ മതിൽക്കെട്ടുകൾ കെട്ടാതെ മുന്നോട്ട് പോകണമെന്നാണ് നമ്മുടെ ഏറ്റവും വലിയ വാശി. അതുകൊണ്ട് ഇന്ത്യയിൽ വർഗീയതയില്ലാതെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ട് എന്റെ ഉലമാക്കളോട് ഒരു എളിയ പ്രതിനിധി എന്ന നിലക്ക് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. ആ കാര്യം ഇതാണ്: നിസ്കാരത്തിന് ശേഷം പ്രിയപ്പെട്ട ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചേക്കുക. ആ പ്രാർത്ഥനയിൽ അല്ലാഹുവേ ഞങ്ങളുടെ ഈ രാജ്യത്ത് വർഗീയ കലാപമില്ലാതെ കാക്കണേ എന്നാണ്. 5 വർഷം കൂടി ബാക്കിയുണ്ടെന്നവര് ബീംപിളക്കുന്ന സമയത്ത് ഈ 5 വർഷത്തിന്റെ ഇടയിൽ ഒരൊറ്റ വർഗീയ കലാപവും ഇല്ലാതെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാരതത്തെ കാക്കണേ എന്ന് അള്ളാഹുവോട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. കാരണം ഹിറ്റ്ലറിൽ നിന്ന് പഠിച്ചിട്ടാണ് അവർ വന്നിട്ടുള്ളത്. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചു കൊള്ളട്ടെ. മെയിൻ ഗാഫ് വായിക്കുമ്പോ ഇടക്കിടക്ക് അഡോൾഫ് ഹിറ്റ്ലർ 60 ലക്ഷം ആളുകളെ ഗ്യാസ് ചേമ്പറിലിട്ട് ചുട്ടുകൊന്നിട്ടുള്ള അഡോൾഫ് ഹിറ്റ്ലർ പറയുന്ന വാക്ക് എന്തെന്നറിയോ? നിങ്ങളത് വായിക്കണം. എ ഗുഡ് ഡേ വിൽ കം, എ ഗുഡ് ഡേ വിൽ കം. തന്റെ നാസി പട്ടാളത്തെ നിർത്തിക്കൊണ്ട് ലക്ഷക്കണക്കിന് സൈന്യമാണ്, ഉയരം കുറഞ്ഞ ആളുമാണ്. എന്നിട്ട് ആരോ റെഡി എന്ന് ചോദിക്കുമ്പോ യെസ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ അലറാണ്. ആ സമയത്ത് അവരോട് സന്തോഷ വാർത്ത അറിയിക്കുന്ന പദമാണ് എ ഗുഡ് ഡേ വിൽ കം. നല്ല സന്തോഷകരമായ ഒരു ദിനം വരുമെന്ന്. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ പ്രധാനമന്ത്രി ഹിന്ദിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അച്ഛാ ദിൻ ആയേഗ, അച്ഛാ ദിൻ ആയേഗ. വാക്ക്
പോലും കടമെടുത്ത് സംസാരിക്കുന്ന ഒരു പ്രധാനമന്ത്രി. ഇപ്പൊ ചില ആളുകളൊക്കെ ശാഖയിൽ അവർ വെച്ചിട്ടുള്ളത്, ഉലമാക്കൾ ഇത് പറയണം, അഥവാ ശാഖയിൽ വെച്ചിട്ടുള്ളത് സ്വാമി വിവേകാനന്ദന്റെ ഫോട്ടോയാണ്. സ്വാമി വിവേകാനന്ദൻ പ്രസംഗിക്കുന്ന 1852-ലാണ്. നമ്മൾ മനസ്സിലാക്കണം, ഈ സ്വാമി വിവേകാനന്ദന്റെ പ്രസംഗം ചിക്കാഗോയിൽ നടത്തുമ്പോ ഇന്ന് അവരുടെ ആളുകളാക്കി വെച്ചിട്ടുള്ള ചിക്കാഗോയിലെ ആ പ്രസംഗത്തിന്റെ തുടക്കം തന്നെ എന്താണ്? Dear brothers and sisters in America. അമേരിക്ക ഇപ്പോഴും യൂട്യൂബറിന് അദ്ദേഹത്തിന്റെ സൗണ്ട് തന്നെ കിട്ടും. നമ്മളൊക്കെ ശബ്ദത്തിനേക്കാൾ 10 ഇരട്ടി ഗാംഭീര്യമാണ്. Dear sisters and brothers in America എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തുടങ്ങാൻ, അമേരിക്കയിലെ എന്റെ സഹോദരിമാരെ സഹോദരന്മാരെ എന്നിട്ട് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? I am proud to belong to a nation. ഇന്ന് നമ്മളെ എതിർക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടുന്ന വാക്ക് സ്വാമി വിവേകാനന്ദന്റെ വാക്ക്. I am proud to belong to a nation which sheltered all refugees in all countries, in all religions, in the nook and corner of the world. ഈ ലോകത്തിന്റെ ഓരോ മുക്കിലും മൂലയിലുമുള്ള എല്ലാ മതക്കാർക്കും, എല്ലാ വിശ്വാസക്കാർക്കും, എല്ലാ ജാതിക്കാർക്കും, എല്ലാ രാജ്യക്കാർക്കും ഒരേപോലെ ഹൃദയഭൂമികയിൽ സ്ഥലം കൊടുത്ത, അഥവാ എല്ലാവരെയും സ്വീകരിച്ച, പലായനം ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും നെഞ്ചോട് ചേർത്ത ഭാരതമെന്ന രാജ്യത്തിൽ നിന്നാണ് ഞാൻ എത്തിയിട്ടുള്ളത് എന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ലക്ഷക്കണക്കിന് അമേരിക്കക്കാർ കൈയടിക്കുന്നത്. ഇന്ന് സ്വാമി വിവേകാനന്ദന്റെ പ്രസംഗം നമ്മൾ എല്ലായിടത്തും പറയുമ്പോ ഈ വാക്കിനാണ് കൈയടി ഉണ്ടായത്. I am proud to belong to a nation. ഞാൻ ഒരു രാജ്യത്തിൽ നിന്ന് വരുന്നത് ആണ് എന്നതിൽ ഞാൻ ഏറ്റവും വലിയ സൗഭാഗ്യവാനാണ്. അതൊരു ഭാഗ്യം പോലെ ഞാൻ ഇവിടെ പറയുന്നു എന്നാണ്. ഇന്നെന്തേ സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ പോലും അതിന്റെ ആളുകൾ തട്ടിത്തെറിപ്പിക്കുന്നത് എന്നതാണ്. പക്ഷേ 90% വരുന്ന ഹൈന്ദവരും പാവങ്ങളാണെന്ന് നമ്മൾ അറിയണം. അതിൽ പല ഭാഗത്തുള്ള ആളുകളുമുണ്ട്. CAA നമ്മൾ ചർച്ച ചെയ്യുമ്പോ 99% വരുന്ന ഹൈന്ദവർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, മറ്റുള്ള ജാതിക്കാരെന്ന് പറയാം, പാവങ്ങളാണ്. ഏതോ ഒരു വലിയ വർഗീയവാദി എന്തോ ഒരു പ്രസംഗം നടത്തിയതിന്റെ പേരിൽ നമ്മൾ കളിതുള്ളണ്ട. ഒരു വേള മുസ്ലിമീങ്ങളെ വേറൊരു കൂട്ടര് ആകത്തേക്കാക്കി ബ്രിട്ടീഷുകാർ. അതെനിക്ക് പറയാനുണ്ട്, അതിന് ലിസ്റ്റൊന്നും ആവശ്യമില്ല. ഞാൻ പറയുന്നത്, അങ്ങനെ പറയുമ്പോ ഡൽഹി സുൽത്താനേറ്റിന്റെ അവസാനത്തെ കണ്ണി എന്നറിയപ്പെടുന്ന ഈ ഔറംഗസീബ് ആലംഗീറിന് ശേഷം പിന്നീട് ആകെ ബഹദൂർ ഷാ സഫർ മാത്രമാണ് കുറച്ച് പ്രദേശം ഭരിച്ചിട്ടുള്ളത്. ആ ഡിക്ലൈൻ ഓഫ് ഔറംഗസീബ് കുട്ടികൾ മനസ്സിലാക്കണം. ഡിക്ലൈൻ ഓഫ് ഔറംഗസീബ്, ഔറംഗസീബിന്റെ പതനമാണ് ബ്രിട്ടീഷുകാരന്റെ വരവിന് തുടക്കമുണ്ടായത്. എങ്ങനെയാ ഔറംഗസീബ് പതനത്തിലേക്ക് പോകുന്നത്? സൈന്യത്തെ പിരിച്ചുവിട്ടു. എന്തുകൊണ്ടാണ് പിരിച്ചുവിടാനുള്ള കാരണം? അതിനു മുമ്പുള്ള രാജാവ് സ്വന്തം പിതാവാണെങ്കിൽ പോലും അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കുറെ സൈന്യങ്ങളെ കുറെ വർഷമായിട്ട് പിടിച്ചു വെച്ചതായിരുന്നു. ഇദ്ദേഹം കുറച്ച് എഹ്സാനിയായ രൂപമായതുകൊണ്ട് അവരൊക്കെ എന്താക്കി പെരയിൽ പോകാൻ വേണ്ടി അനുവദിച്ചു. ആ സമയത്താണ് ബ്രിട്ടീഷുകാർ കടന്നു വരുന്നത്. ഇനി നിങ്ങൾ ചരിത്രത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം. ആ കോണ്ടെക്സ്റ്റ് ഇതാണ് എന്ന് പറഞ്ഞാൽ, ആൻഷ്യന്റിൽ നിന്ന് മിഡീവിലേക്ക് കടക്കുന്നത് മുഹമ്മദ് ഗോറിയുടെ കാലഘട്ടം മുതൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എവിടെ? ഇന്ത്യ ചരിത്രത്തിന്റെ മിഡീവൽ. മനസ്സിലാവുണ്ടോ പറഞ്ഞേ? അത് കഴിഞ്ഞിട്ട് മോഡേണിലേക്ക് കടക്കുന്നത്, മോഡേൺ ഹിസ്റ്ററി ഉണ്ടല്ലോ, ആധുനിക കാലഘട്ടത്തിന്റെ തോക്കിന്റെയും ഗണ്ണിന്റെയും ആളുകളെ കൊന്നൊടുക്കുന്നതിന്റെയും യന്ത്രങ്ങളുടെയും കാലഘട്ടത്തെയാണ് മോഡേൺ ഹിസ്റ്ററി എന്ന് പറയുക. അതിന്റെ അധിപന്മാർ ബ്രിട്ടീഷുകാരാണ്. കാരണം എന്തുകൊണ്ടാണ്? 1700 കണ്ട് പിന്നിട്ടപ്പോ ലോകത്തിലെ 80ഓളം വരുന്ന രാജ്യങ്ങളിലേക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പോലെ, ഇവിടുത്തെ കമ്പനിയെ പോലെ ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിലേക്ക് ഓരോരോ സൈന്യങ്ങളെ അയച്ചുകൊണ്ട് അവിടെയെല്ലാം ഓരോ, പിന്നെ ഞാനത് പറയാൻ മടിയുണ്ട്, പക്ഷേ എന്നിരുന്നാലും ചരിത്രമാണല്ലോ നമുക്ക് പറയാം. അവിടെയെല്ലാം ഏത് സ്ഥലത്തും അവരുടേതായ പള്ളികൾ മെനയുകയും അവരുടേതായ ദേവത്തിന് ആളുകളെ വെക്കുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെയാണ് ചുരുക്കി പറഞ്ഞാൽ ഓരോ പ്രദേശം. നിങ്ങൾ മദ്രാസിൽ പോയിക്കോ, തുറമുഖത്ത് ആദ്യം അവർ ചെയ്തത് ചർച്ചുകൾ ഉണ്ടാക്കലായിരുന്നു. ബോംബെ, ഇതൊക്കെ അവരെന്നെ എഴുതി വെച്ചിട്ട്, ഹിസ്റ്റോറിയൻസ് എഴുതി വെച്ചിട്ടുണ്ട്, മുസ്ലിങ്ങൾ പറയല്ല. ഇതേപോലെ തന്നെ ബോംബെയിൽ തുറമുഖത്ത് ആദ്യം തന്നെ ഉണ്ടാക്കിയത് ചർച്ച് വെക്കലായിരുന്നു. സത്യത്തിൽ യഥാർത്ഥ പ്രബോധനത്തിന് വേണ്ടി വരികയും മറ്റുള്ളവരെയൊക്കെ വേറെ അവസ്ഥയിലേക്ക് ആക്കുകയും ചെയ്തത് ബ്രിട്ടീഷുകാരാണ്. ഇന്നത്തെ ക്രിസ്ത്യാനികളെ നമ്മൾ അതിന് പറയുന്നില്ല. അന്നത്തെ ബ്രിട്ടീഷുകാർ ഏതൊക്കെ രാജ്യത്ത് പോയോ അവരൊക്കെ അങ്ങനെയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി വന്ന സമയത്ത് അതിനെ എതിർത്തത് ടിപ്പു സുൽത്താനാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിശക്തമായി ടിപ്പു സുൽത്താൻ എതിർത്തു. അതാണല്ലോ എന്നും ടിപ്പു സുൽത്താനെതിരെ ഇവർക്കുള്ള ഏറ്റവും വലിയ പരാതി അതാണ്. ടിപ്പു സുൽത്താൻ ശക്തമായി എതിർത്തപ്പോ അന്നത്തെ ഉലമാക്കൾ തന്നെ, കവായിദല്ലാത്ത ഉലമാക്കൾ എല്ലാ കാലത്തും ഉണ്ടാവും, അന്നത്തെ ഉലമാക്കൾ തന്നെ പറഞ്ഞത് എന്താണെന്നറിയോ? എന്തിനാ ടിപ്പു അങ്ങനെ ചെയ്യാൻ നിൽക്കുന്നത്? അതൊരു കമ്പനിയല്ലേ എന്നാണ്. പക്ഷേ കുശാഗ്ര ബുദ്ധിയുള്ള, കാലഘട്ടത്തിന്റെ അപ്പുറത്തേക്ക് ദൃഷ്ടി പായിക്കാൻ കഴിവുള്ള ടിപ്പു സുൽത്താൻ പറഞ്ഞു, ഇന്നവർ കമ്പനിയായിട്ട് വരും, നാളെ അവർ നമ്മളെ ഒട്ടുന്ന ഒരു ദിവസം വരുമെന്ന്. അന്ന് പഴശ്ശിരാജ പോലും അത് വിശ്വസിച്ചില്ല. പഴശ്ശിരാജ കേരളത്തിന്റെ ആളാണ്. അതുകൊണ്ട് തന്നെ പഴശ്ശിരാജ അന്ന് ആളുകളെ വിട്ടിട്ട് ബ്രിട്ടീഷുകാരോടൊപ്പം കൂടിയിട്ട്, പിന്നീട് അദ്ദേഹം അതിൽ ഖേദിച്ചു. ഞാൻ പഴശ്ശിരാജയെ കുറ്റപ്പെടുത്തല്ല. പഴശ്ശിരാജ അന്ന് ടിപ്പു സുൽത്താനെതിരെ ഇവിടെ പടയോട്ടം നടത്തിയിട്ടുണ്ട്. ആ പടയോട്ടത്തിന് ശേഷം പഴശ്ശിരാജ പറയുന്ന ഒരു വാക്കുണ്ട്, സുൽത്താനെതിരെ യുദ്ധം നയിച്ചതാണ് എന്റെ ജീവിതം
ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധമെന്ന് പിന്നീട് പഴശ്ശിരാജ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കുറെ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവർ വന്നത്, ആ ശക്തമായ പടയോട്ടമുണ്ടായി. ആ പടയോട്ട സമയത്ത് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കണം, ബ്രിട്ടീഷുകാർ വരുന്നു, മോഡേൺ ഹിസ്റ്ററി തുടങ്ങുന്നു. അവർക്കാകെ എതിർക്കേണ്ടത് ഇവിടെയുള്ള മുസ്ലിം പക്ഷത്തെയാണ്. കാരണം ഗസ്നവിദ് കാലഘട്ടം മുതൽ ഡൽഹി സുൽത്താനേറ്റിന്റെയും കഴിഞ്ഞ് മുഗളന്മാരുടെ അവസാനം വരെ ഏകദേശം 710 വർഷം കടന്നു പോകുന്നുണ്ട്. ആ 710 വർഷത്തിന്റെ മുഴുവൻ കാലഘട്ടത്തിന്റെയും ഡൽഹിയെ കേന്ദ്രമാക്കി ഭരിച്ച രാജാക്കന്മാർ അത് മുസ്ലിമീങ്ങളായിരുന്നു എന്നതുകൊണ്ട് ഒരു പുതിയ അവസ്ഥയിലേക്ക് വരണം, അതിനു വേണ്ടിയിട്ട് അവർ വന്നത്. പക്ഷെ അവിടെ ഒരു ഗ്രിപ്പ് കിട്ടിയില്ല. ഇനി നിങ്ങൾ പഠിക്കണം, അവിടെ ഒരു ഗ്രിപ്പ് കിട്ടിയില്ല. ആ ഗ്രിപ്പ് കിട്ടാത്തത് കൊണ്ട് ഈ വിഷയത്തിൽ 4 ആളുകളുണ്ട് നമ്മുടെ കേരളത്തിൽ PhD ചെയ്തവർ. 4 ആളുകളുണ്ട്. ആളുകളുടെ പേര് ഞാൻ ഇത് പറയുന്നില്ല, ക്യാമറ പകർത്തുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേഴ്സണൽ ആയിട്ട് എന്നെ ബന്ധപ്പെട്ടാൽ അവരുടെ പേര് ഞാൻ പറഞ്ഞു തരാം. അവിടെ പോയി അടുത്ത് പോയിരിക്കും. 5 കൊല്ലത്തിന്റെ പിന്നാലെ തല പൊണ്ണ് ആക്കിയിട്ടുള്ള 4 പേരുണ്ട് നമ്മുടെ കേരളത്തിൽ PhD എടുത്തവർ, ദീനിനെ സ്നേഹിക്കുന്നവർ, ദീനിനെ ഇഷ്ടപ്പെടുന്നവർ. ഞാൻ പറയുന്നത്, അങ്ങനെ പോയപ്പോ ഈ ബ്രിട്ടീഷുകാരായ ആളുകൾക്ക് ഡൽഹിയിൽ നിൽക്കാൻ പറ്റാതെയായി. ആ പറ്റാതെയായിട്ട് അവർ മാർച്ച് ചെയ്ത സ്ഥലമാണ് ഹൈദരാബാദ് എന്ന് പറയുന്ന പ്രദേശം. എന്താ ഹൈദരാബാദിന്റെ പ്രത്യേകത? ഹൈദരാബാദ് ഒരു ഐസൊലേറ്റഡ് ഏരിയ. ഐസൊലേറ്റഡ് ഏരിയ എന്ന് പറഞ്ഞാൽ ഒറ്റക്ക് നിൽക്കുന്ന ഒരു ഏരിയ. ആ ഏരിയയിലേക്ക് ഇവർ പോവുകയാണ് ഉണ്ടായത്. എന്തിനെന്നറിയോ? അവിടുത്തെ മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇഹ്സാനിനെ മറ്റൊരു രൂപത്തിലേക്ക് കൊണ്ടുപോയി. അതിന് എന്ത് പേര് വിളിച്ചാലും ശരി, അവർ വേറൊരു കോലത്തിലേക്കാണ്. ഈ കാലഘട്ടത്തിൽ അത് പറയാൻ നമുക്ക് മടിയുണ്ട്. എന്നാലും ചരിത്രം പറയാണ്, ബറേലവികൾ എന്ന പേരിൽ അവർ അറിയപ്പെടുന്നു. അങ്ങനെ അറിയപ്പെട്ടിട്ട് വേറൊരു കോലത്തിലേക്ക് കൊണ്ടുപോയി ഷെയ്ഖുമാർക്ക് വേണ്ടി നിസ്കാരവും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു എന്ന് ഹൈന്ദവരായ അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഹിസ്റ്റോറിയൻസ് എഴുതി വെക്കുകയാണ്. ആ സമയത്താണ് ഹൈദരാബാദിലേക്ക് ഒരു മാർച്ച് ചെയ്യുന്നത്. ഹൈദരാബാദിലേക്ക് മാർച്ച് ചെയ്തിട്ട് അവിടെ എത്തിയതിനു ശേഷം എന്താക്കി? നൈസാമുമാരെ കൂട്ടുപിടിച്ചു. നൈസാമുമാരെ കൊണ്ട് ബ്രിട്ടീഷുകാര് ടിപ്പു സുൽത്താനെതിരെ യുദ്ധം നയിപ്പിച്ചു. അതുകൊണ്ടാണ് നൈസാമുമാരും ടിപ്പു സുൽത്താനും ഒരു കളത്തിൽ നിൽക്കാതെ പോയത്. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാര് നൈസാമുമാരെ ഇത്രമാത്രമായി ഉയർത്തി പറയുന്നത്. ഇനി വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ ഇപ്പോ ഹൈദരാബാദ് മ്യൂസിയത്തിൽ പോയി കഴിഞ്ഞാൽ, ഹൈദരാബാദ് മ്യൂസിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന 3 റോൾസ് റോയ്സ് കാറുകളുണ്ട്. 1900 അവർക്ക് വേണ്ടി നൽകപ്പെട്ടിട്ടുള്ള 3 റോൾസ് റോയ്സ് കാറുകൾ. സാലാർഗഞ്ച് 1-മന്, 2-മന്, 3-മന് ഇന്നും അത് അവിടെയുണ്ട്. ഇതിലൂടെ നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ? ഇന്ത്യ ചരിത്രം അവരെ പറയുന്നത് ഇവരൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ഇവരൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവരൊക്കെ ഉണ്ടായിരുന്നല്ലോ. അവരെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹസ്രത്ത് ഷാ വലിയുള്ള മുഹദ്ദിസ് ദഹ്ലവിയുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഇസ്ലാം റദ്ദുർ റവാഫിദ് എന്ന് പറഞ്ഞൊരു കിതാബ് എഴുതിയിട്ടുണ്ട്. ഉസ്താദ്മാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. അതിൽ വിശദമായിട്ട് എഴുതുന്നുണ്ട് ഹസ്രത്ത് ഷാ വലിയുള്ള. മുസ്ലിമീങ്ങളല്ലാത്ത ആളുകളെ ഒരിക്കലും മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞ് നമ്മുടെ പേരിലേക്ക് കൊണ്ടുവരരുത് എന്ന് അതിൽ എഴുതി വെക്കുന്നുണ്ട്. ഒന്നും കൂടി പറഞ്ഞാൽ, ബഗ്ദാദിയെ നമുക്കറിയില്ല. ബഗ്ദാദി എന്ന് പറയുന്ന മനുഷ്യനെ ആരുണ്ടാക്കിയതാണ്? ബഗ്ദാദിക്ക് വേണ്ടി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ബഗ്ദാദി എന്ന് പറയുന്ന ആള് IS ഉണ്ടാക്കുന്നത് ഇസ്രായേലിന്റെ പിൻബലത്തോട് കൂടിയിട്ടാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമാണ് അത് ഉണ്ടാക്കുന്നത് എന്ന് എഡ്വാർഡ് സ്നോഡൻ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബഗ്ദാദിയെ നമുക്കറിയില്ല. ജുനൈദ് ബഗ്ദാദിയുടെ കാര്യമല്ല, ഇപ്പോഴത്തെ ബഗ്ദാദിയെ നമുക്കറിയില്ല. അതേപോലെ തന്നെ മറ്റൊരാളുണ്ട്, അവരൊന്നും നമുക്കറിയില്ല. പിന്നെയോ പാകിസ്ഥാൻ വിഭജിക്കപ്പെട്ടില്ലേ, ജിന്ന കൂടെ നിന്നില്ലേ എന്നൊക്കെ നമ്മളോട് പറയും. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമാണ് ഞാൻ പറയുന്നത്. ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? മുഹമ്മദ് അലി ജിന്നയെ കുറിച്ച് നമ്മൾ പഠിക്കണം. ജിന്നയെ കൊണ്ടുണ്ടായ ഉപദ്രവങ്ങൾ നമ്മൾ പഠിക്കണം. ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമങ്ങൾ ഉണ്ടാക്കിയത് ഇന്ത്യ പാക് വിഭജനമായിരുന്നു എന്ന് നമ്മൾ പഠിക്കണം. ഗാന്ധിജി ഒരിക്കലും ഇന്ത്യ വിഭജിക്കില്ലെന്ന് പറഞ്ഞിട്ട് ശട്ടം പിടിച്ചു നിൽക്കുമ്പോ പ്രിയപ്പെട്ട മൗലാന അബുൽ കലാം ആസാദ് ഒന്ന് പോയി ലണ്ടനിലേക്ക് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇന്ത്യയെ വിഭജിക്കരുത് ഗാന്ധിജി എന്ന് പറയാൻ, അത് നിങ്ങൾ ആലോചിക്കണം. ഉലമായെ ഹിന്ദ്, ജമിയത്ത് ഉലമായെ ഹിന്ദ് എന്തുകൊണ്ടാണ് രൂപത്തിൽപ്പെട്ടതെന്നറിയോ? ഇന്ത്യ വിഭജിക്കാതിരിക്കാൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൂടെ അതിശക്തമായി നിന്നിട്ടുള്ള ഏറ്റവും വലിയ ഉലമാ സംഘടനയായിരുന്നു ഈ സംഘടന എന്ന് നമുക്കറിയണം. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? വിഭജിക്കരുതെന്ന് പറയാൻ വേണ്ടി ഉലമാ കൂട്ടം ശക്തമായി നിൽക്കുകയാണ്. ആ സമയത്താണ് വിഭജിക്കണമെന്ന് ചില ആളുകൾ അപ്പുറത്ത് പറയുന്നത്. പക്ഷെ 1925 സവർക്കർ എന്ന് പറയുന്ന ആള് എന്നോ വിഭജിക്കണമെന്ന് പറഞ്ഞതാണ്. വിഭജനത്തിന്റെ തോത് ആദ്യം പറഞ്ഞത് അവരാണ്. അതിനെ ഞാൻ നിഷേധിക്കുന്നില്ല. ചരിത്രമാണ് ഇതെല്ലാം. ആർക്കും വളച്ചൊടിക്കാൻ പറ്റാത്ത ചരിത്രം. പിന്നീട് ജിന്ന എന്ന് പറയുന്ന ആൾ അതിനാക്കം കൂട്ടി എന്ന് പറയപ്പെടുന്നു. എന്താണ് സത്യമെന്ന് നമുക്കറിയില്ല. ഏതായിരുന്നാലും ശരി, ആ സമയത്ത് വിഭജിക്കരുത് എന്ന് പറഞ്ഞിട്ട് എവിടേക്കാ സംഘടനകൾ നടക്കണമെന്നറിയോ? ഒരു ഭാഗത്ത് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ പടയോട്ടം, INA ആർമി ഉണ്ടാക്കിയിട്ട്, ഇന്ത്യൻ നാഷണൽ ആർമി ഉണ്ടാക്കിയിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ അതിശക്തമായ പടയോട്ടം. മറ്റൊരു ഭാഗത്ത് ഗാന്ധിജിയുടെ അഹിംസാ പ്രസ്ഥാനം. മറ്റൊരു ഭാഗത്ത് ജമിയത്ത് ഉലമായെ ഹിന്ദിന്റെ അതിശക്തമായ പിന്തുണ. ഗാന്ധിജിയുടെ തൊപ്പിയേത് എന്ന് ചരിത്രം നിങ്ങൾ പഠിച്ചു നോക്ക്. ഏറ്റവും നല്ല ഹിസ്റ്റോറിയൻസ് എഴുതി വെച്ചിട്ടുണ്ട്. ഉലമായെ ഹിന്ദിന്റെ അല്ലെങ്കിൽ അന്നത്തെ ദീപന്തികളുടെ
തൊപ്പിയാണ് എന്ന് അത്രത്തോളം സൗഹാർദ്ദത്തിൽ മഹ്മൂദുൽ ഹസൻ റഹ്മത്തുള്ളാഹി അലൈഹി ദേവബന്ദിന്റെ ഒരു കോളേജിന് വേണ്ടി തറക്കല്ലിടുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ടത് കണ്ടു നിന്നിട്ടുണ്ട് ഗാന്ധിജി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഗാന്ധിജി അന്ന് ഗാന്ധിജിയോട് പറഞ്ഞു മഹ്മൂദുൽ ഹസൻ സാബ്, നിങ്ങളൊന്ന് തറക്കല്ലിടണം, നിങ്ങളെ ലോകം ആദരിക്കുന്ന ആളാണ്, നിങ്ങൾ ലോകം ബഹുമാനിക്കുന്ന ആളാണ്. ഗാന്ധിജി പറഞ്ഞ എന്താണെന്നറിയോ? എന്നേക്കാൾ 1000 മടങ്ങ് നിങ്ങളാണ് ഏറ്റവും വലുതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ്. അങ്ങനെയാണ് മഹ്മൂദുൽ ഹസൻ സാഹിബിനെ കൊണ്ട് തന്നെ ഈ സംഭവം ഇടിക്കുന്നത്. ഇങ്ങനെ സൗഹാർദ്ദത്തിൽ പോയിരുന്ന ഒരു കാലഘട്ടം. അതിനു മുമ്പുണ്ടായിരുന്ന മുസ്ലിമീങ്ങളായ ഏതെങ്കിലും 1-2 ചക്രവർത്തിമാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് എത്രയോ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളിൽ പറയുമ്പോ അവരെ അമർച്ച ചെയ്തത് അത് ഇബ്രാഹിം ലോധിക്കുണ്ടായിട്ടുണ്ട്. അമർച്ച ചെയ്തത് ബാബർ തന്നെയാണ്. അത് അക്ബറിനും അതേപോലെ തന്നെ ജഹാംഗീറിനും ഉണ്ടായിട്ടുണ്ട്. അത് അമർച്ച ചെയ്തത് സ്വന്തം പേരക്കിടാവ് തന്നെയാണ്. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. അതുകൊണ്ട് ചരിത്രകാരന്മാർ പറഞ്ഞു വരുന്ന ഒരു കാര്യം, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ടത്, 2-3 ആളുകൾക്കുണ്ടായ എന്തോ ഒരു പ്രശ്നം അത് ഒതുക്കിയത് മറ്റാൾക്കാരുമല്ല, അവരൊക്കെ തന്നെയാണ്. അതുണ്ടാവുമല്ലോ. ഏത് മഹല്ല് കമ്മിറ്റി പോയാലും ഏത് രാഷ്ട്രീയത്തിൽ പോയാലും 2-3 ആളുകൾ ഇന്ന് തലപൊക്കാറുണ്ട്. പക്ഷെ അവരെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തിയത് അവരുടെ പിൻഗാമികൾ തന്നെയാണ്. അങ്ങനെ ചരിത്രം മുന്നോട്ട് പോകുമ്പോ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കണം. അങ്ങനെ പോയി അവിടുന്ന് മാർച്ച് ചെയ്ത് അവിടുന്ന് പിന്നീട് വേറെ ഒരു കോലത്തിലേക്ക് പോയി ബ്രിട്ടീഷുകാരെ മുസ്ലിമീങ്ങളെ 2ആയി പകുത്തു നൽകി. അത് ബ്രിട്ടീഷുകാരന്റെ തന്ത്രമായിരുന്നു. ബറേലവി എന്നും അതേപോലെ തന്നെ ദൈവബന്ദികളെന്നും അങ്ങനെ അവരെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതിപ്പോ പറയേണ്ടുന്ന ഒരു വിഷയമല്ല. ഏതായിരുന്നാലും ശരി, അതിന്റെ പിന്തുടർച്ച പോലെ കാലഘട്ടങ്ങളുടെ മുന്നോട്ട് പോകുമ്പോ നമ്മുടെ പ്രധാനമന്ത്രി സൂഫിസം എന്നതിന്റെ പേരിൽ ഇന്നും അതിന്റെ പിൻഗാമികളെ അവിടെ കൂട്ടിയിട്ട് വലിയ വലിയ സമ്മേളനങ്ങൾ നടക്കാൻ. നിങ്ങളറിയോ, ഇതൊക്കെ പറയുമ്പോഴും ഡൽഹിയുടെ ഭാഗങ്ങളിൽ ചില ദർഗകളിൽ കൊണ്ടുപോയി പ്രിയപ്പെട്ട നമ്മുടെ പിന്നെ പ്രധാനമന്ത്രി എന്ന് നമുക്ക് പറയുമ്പോ അവര് ആക്കം കൂട്ടിയിട്ട് കൊണ്ടു നടക്കുകയാണ്. നമ്മൾ പല ഭാഗത്തും അത് കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ്? മുസ്ലിംകൾ എന്ന് പറയുന്ന നമ്മൾ ഇന്ത്യ ചരിത്രത്തിന്റെ എല്ലാ ഭാഗധേയങ്ങളും നിർണയിച്ച ആളുകൾ ഒരു പക്ഷേ ഒരു കാലഘട്ടത്തിന്റെ വല്ലാത്തൊരു വക്രത എന്ന പോലെ ചില ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ടാകാം. അതിൽ ഹൈന്ദവരിലും പോയിട്ടുണ്ട്, മുസ്ലിമീങ്ങളിലും ചെറിയ പക്ഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. അവരെയെല്ലാം അതത് കാലഘട്ടത്തിന്റെ ആളുകൾ തട്ടിത്തെറിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയെ കുറിച്ച് പഠിക്കുമ്പോ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജി സ്വന്തമായിട്ടൊരു രാഷ്ട്ര നിർമ്മാണം പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ 6 മുസ്ലിമീങ്ങളെ തൂക്കിലേറ്റിയിട്ടുണ്ട്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജി തന്നെ തൂക്കിലേറ്റിയിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? ഇന്ത്യയെ ഒറ്റിക്കൊടുത്തതിന്റെ പേരിൽ വെറും 6 ആളുകളെ. ഇതേപോലെ തന്നെ പ്രിയപ്പെട്ട അപ്പുറത്തുള്ള നായന്മാര് അവരും ഇതേപോലെ തന്നെ അവരുടെ ആളുകളെ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട്? ഇന്ത്യയെ ഒറ്റിക്കൊടുക്കുന്ന സമയത്ത് ഇന്ത്യക്കാരായ സ്വന്തം സമൂഹത്തെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അത് ചെയ്തു പോയിട്ടുണ്ട്. ഇത് ചരിത്രമാണ്. ചരിത്രം പറയുമ്പോൾ എല്ലാം പറയണല്ലോ, ഒരു ഭാഗം മറച്ചു വെച്ചിട്ട് പറയുന്നത് ശരിയല്ല. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് 1921 ഇനി നിങ്ങൾ അറിയണം, ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് ഒരു ഭാഗത്ത് കടന്നു വരികയാണ്. എന്താ ഖിലാഫത്ത് പ്രസ്ഥാനം? ഈ ഖിലാഫത്ത് പ്രസ്ഥാനം എന്നുമാർ അതിന് ഏറ്റവും കൂടുതൽ പിന്താങ്ങ് കൊടുത്തത് ഈ പറയുന്ന നമ്മുടെ ഈ സംഘടനയാണ്. അത് ഗാന്ധിജിയാണ് തുടക്കം കുറിക്കുന്നത്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് അന്ന് ഏറ്റവും കൂടുതൽ ആക്കം കൂട്ടിയതാണ് മൗലാന മുഹമ്മദ് അലി ജൗഹർ. ചരിത്രം നമ്മൾ പഠിക്കണം. അലിഗഡ് മൂവ്മെന്റിലൂടെ ഉണ്ടായി ഖിലാഫത്ത് പ്രസ്ഥാനത്തിലേക്ക് ചുവടുമാറ്റം നടത്തിയ മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ ഞാൻ പല വേദിയിലും പറയുന്നതാണ്. എന്ന് വെച്ചാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി ഇത്രമാത്രം സംസാരിച്ച ഒരാള് ഇന്ത്യ ചരിത്രത്തിലില്ല എന്ന് ഗാന്ധിജി പോലും കുറിച്ചു വെക്കുന്നുണ്ട്. മിസ്റ്റർ ജോർജ്, if you ask about my region, firstly, secondly, finally, I am a Muslim, I am a Muslim, I am a Muslim. Mr. George, if you ask about my nation, firstly, secondly, finally, I am an Indian, I am an Indian, I am an Indian. ഇത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ വേദിയിൽ തന്നെ വീഴുന്നതും ഓക്സ്ഫോർഡ് ആശുപത്രിയിലേക്ക് പോകുന്നതും. 2 ആഴ്ച മുമ്പ് അദ്ദേഹത്തിന്റെ ഖബർഗഹത്തിൽ നമ്മൾ പോയിരുന്നു ഫലസ്തീനിൽ. അവിടെ പോയിട്ട് നമ്മൾ നോക്കുമ്പോ ഇത്രയും ശക്തമായി പറഞ്ഞ ഒരാളെ ഇന്ത്യ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഇങ്ങനെ ഖിലാഫത്ത് പ്രസ്ഥാനം ഗാന്ധിജി 2 തവണയാണ് കേരളം സന്ദർശിച്ചത്. ഈ കേരളം സന്ദർശിച്ചത് 2 തവണയും, ഒന്ന് തിരുനാവായയുടെ മലപ്പുറത്ത് വന്നുകൊണ്ട് സംസാരിച്ചതും മറ്റൊന്ന് മലപ്പുറത്തിന്റെ ഭാഗത്ത് വന്ന് സംസാരിച്ചതും ഖിലാഫത്തുകാരെ പിന്തുണക്കണമെന്ന് പറയാനാണ്. എന്തിനാണെന്നറിയോ? കാരണം എങ്ങനെയെങ്കിലും ഇന്ത്യക്കൊന്ന് സ്വാതന്ത്ര്യം കിട്ടണം. മുസ്ലിമീങ്ങളെയും കൂട്ടി ഹൈന്ദവരെയും കൂട്ടി മറ്റുള്ളവരെയും കൂട്ടി എങ്ങനെയെങ്കിലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം എന്നതാണ്. ഒരു ഭാഗത്ത് മൗലാന അബുൽ കലാം ആസാദ് ചർച്ചയ്ക്ക് വേണ്ടി പോകുന്നു, വേറൊരു ഭാഗത്ത് വിഭജനം നടക്കുന്നു. ആ സമയത്ത് മൗലാന അബുൽ കലാം ആസാദ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, മിസ്റ്റർ ഗാന്ധി, ആർ യു ഡൈ? നിങ്ങൾ മരിച്ചുപോയോ മിസ്റ്റർ ഗാന്ധി എന്നാണ്. ആ സമയത്ത് ഗാന്ധി കരഞ്ഞുകൊണ്ട് പറയുന്നത്, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി പറയുന്നത്, ഒരു വീട്ടിലെ 2 മക്കൾ വഴക്ക് കൂടിയാൽ ഒരു പിതാവ് പിന്നെ എന്ത് ചെയ്യണമെന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ വിഭജനം വല്ലാത്തൊരു സങ്കടക്കടല് പോലെ കടന്നുപോയി. ആ വിഭജനത്തിൽ ഏതൊരു രാജ്യമായിട്ട് വിട്ടേച്ചു പോയോ അതിനുശേഷം പിന്നീട് ഏത് രാജ്യമുണ്ടായോ അങ്ങനെ ആ പാകിസ്ഥാൻ ഉണ്ടായതിനു ശേഷം ഉണ്ടായ രാജ്യമാണ് ബംഗ്ലാദേശ് എന്ന് നമ്മൾ അറിയണം. പാകിസ്ഥാൻ വിഭജിച്ചു പോയതാണ് ബംഗ്ലാദേശ്. ഈ 2 രാജ്യങ്ങൾ
രാജ്യങ്ങളായി വിഘടിച്ചു പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു രാജ്യമായി വിഘടിച്ചു പോകുമ്പോ ഒരിക്കലും അത് പാടില്ലെന്ന് വിശ്വസിക്കുകയും മുസ്ലിമീങ്ങൾ ഐക്യത്തോടുകൂടി നിൽക്കണമെന്നും എല്ലാ ഹൈന്ദവരോടൊപ്പവും ഇവിടെയുള്ള എല്ലാ മനുഷ്യരോടൊപ്പവും ജാജ്വല്യമാനമായി സ്നേഹപൂർവ്വം നിൽക്കണമെന്ന് ശാഠ്യം പിടിച്ച കുറെ ആളുകളുടെ ഇന്ത്യയിൽ രാഷ്ട്രീയപരമായി അത് ഒന്ന് ഖായിദ മില്ലത്ത് ഇസ്മായിൽ സാഹിബാണ്. ഉലമാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് അത് ഈ പറയുന്ന നമ്മുടെ സംഘടനയുടെ വക്താക്കളാണ്, അർഷദ് മദനിയെ പോലെയുള്ള ആളുകളാണ്. അപ്പുറത്ത് പിന്നെയും ഉണ്ടായിട്ടുണ്ട് മൗലാന അബുൽ കലാം ആസാദ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി സംസാരിച്ചു. ഇങ്ങനെ വ്യത്യസ്തമായ പ്രതലത്തിൽ നിന്ന് മുഴങ്ങിയിട്ടുള്ള പദങ്ങളൊക്കെയും വിഭജിക്കരുത്, വിഭജിക്കരുത്, ഇന്ത്യയെ മറ്റൊന്നാക്കരുത് എന്നതാണ്. പക്ഷേ ഈ വിഭജനം 1925 അവർ സ്വപ്നം കണ്ടതായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. അത് സ്വപ്നം കണ്ടതാണ്. അതിനുശേഷം പിന്നീട് കാലങ്ങൾക്ക് ശേഷം CAA നമ്മുടെ മുമ്പിൽ എത്തുമ്പോ ഇവിടെയുള്ള ഓരോരോ സംഘങ്ങളും വീണ്ടും പാടില്ല പാടില്ലെന്ന് പറയുമ്പോ ഇവിടെ ഒരുപാട് ഇസങ്ങളുണ്ട് സഹോദരന്മാരെ. അതിൽ കൺഫ്യൂഷനിസം ഉണ്ട്, അതിൽ നഗോറിസം ഉണ്ട്, അതിൽ അതേപോലെ തന്നെ അതിൽ ഫാസിസം ഉണ്ട്, അതിൽ നാസിസം ഉണ്ട്, അതിൽ ലെനിസം ഉണ്ട്, മാർക്സിസം ഉണ്ട്, സോഷ്യലിസം ഉണ്ട്, നെഗറ്റീവായ ഇസങ്ങളുണ്ട്, പോസിറ്റീവായ ഇസങ്ങളുണ്ട്. ഇവിടെ കുറെ മതക്കാരുണ്ട്. അതിലാണ് സിഖ് മതമുള്ളത്, ഗുരുനാനക്കിന്റെ സിഖ് മതം, അതിലാണ് മഹാവീരന്റെ ജൈനമതം, അതിലാണ് അതേപോലെ തന്നെ പിന്നെ മറ്റുള്ള മതം പ്രപന്ന പാരിജാതാവതോത്രതേ ശങ്കപാണ് ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃത ഗുഹേ നമ എന്ന ഗീതയിലൂടെ നമ്മൾ പഠിക്കുന്ന ശ്രീകൃഷ്ണൻ അടങ്ങുന്ന ഹിന്ദുമതം. ഇതൊക്കെ മതങ്ങളാണ്. ഇസ്ലാം അതിന് മുകളിൽ നിൽക്കുന്ന, നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. നമ്മുടെ വിശ്വാസത്തെ നമുക്ക് പറയാൻ പറ്റണമല്ലോ. ദീൻ എന്നാണ് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നത്. ദീനുണ്ട്, മതങ്ങളുണ്ട്, ഇസങ്ങളുണ്ട്. ഏത് മതക്കാരായാലും ഏത് ഇസക്കാരായാലും ഏത് ദീനിന്റെ ആൾക്കാരായാലും തോളോട് തോളുരുമ്പി മുന്നോട്ട് പോകണമെന്നാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്.